സുജിൻ്റെ എന്തുകൊണ്ടാണ് ഇന്ന് ആ പത്രപരസ്യം വടകരയിലെ വ്യാജ കാഫർ സ്ക്രീൻഷോട്ടിൻ്റെ ഗ്ലോറിഫൈഡ് വെർഷനാണ് എന്ന് ഇന്ന് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും പറഞ്ഞത് കേട്ടത്? ശാൽകുമാറിനും അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ മറുപടി. ജിൻഡോ. തീർച്ചയായിട്ടും ആഷ്മി, എനിക്ക് ഈ കാര്യത്തിലൊരു സന്തോഷമുണ്ട്. കാരണം ഈ ചർച്ചയിലുടനീളം ഈ CPM-ൻ്റെ പ്രതിനിധിയും BJP-യുടെ പ്രതിനിധിയും ചോദ്യം ചോദിച്ചത് എന്നോടാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ആത്മാഭിമാനമാണ്. കാരണം കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധിയോട് BJP-യുടെയും CPM-ൻ്റെയും പ്രതിനിധി ചോദിച്ചിട്ടുണ്ട്. താങ്കളോട് മാത്രമല്ല, ഞാൻ അനിൽകുമാറിനോടും ചോദിച്ചിട്ടുണ്ട്. താങ്കളോട് മാത്രമല്ല, ഞാൻ അനിൽകുമാറിനോടും ചോദിച്ചിട്ടുണ്ട്. ശരി സാറേ, ഞാൻ എൻ്റെ മറുപടി പറഞ്ഞോട്ടെ. അല്ലല്ല, ഞാൻ ചോദ്യം ചോദിച്ചില്ല എന്ന് പറയരുത്. അല്ല, ഞാൻ മറുപടി പറഞ്ഞോട്ടെ. എനിക്ക് മറുപടി ഉണ്ട്. താങ്കളുടെ എല്ലാ ചോദ്യത്തിനും മറുപടി ഉണ്ട്. ഒന്നാമത്തെ അനിൽകുമാർ പറഞ്ഞത് LDF 1-ാം സ്ഥാനത്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം എന്നാണ് പറഞ്ഞത്. ശരിയാണ്, LDF ഈ തെരഞ്ഞെടുപ്പിൽ 1-ാം സ്ഥാനത്താണ്. വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നതിൽ 1-ാം സ്ഥാനത്താണ്. എന്താ സംശയമുള്ളത്? അതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമല്ലേ പാതിരായ്ക്ക് നടത്തിയ ഒരു റെയ്ഡ് നാടകത്തിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നീല തുണിപ്പെട്ടി തുറന്ന് ഇളിബരായി പോയത്? എന്തൊക്കെ വ്യാജ പ്രചരണങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് നടത്തിയത്? സ്പിരിറ്റ് പിടിച്ചതുമായി ബന്ധപ്പെട്ട്, കള്ളവോട്ടും ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട് നിരന്തരം വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ LDF 1-ാം സ്ഥാനത്ത് തന്നെയാണ്. അതിൽ ഞങ്ങൾക്ക് തർക്കമില്ല. പിന്നെ താങ്കൾ പറഞ്ഞ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ താങ്കൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വ്യാജനെന്ന് നിരന്തരം വിളിക്കുന്നുണ്ട്. കേരള പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഈ തെരഞ്ഞെടുപ്പിൻ്റെ 2 ദിവസം മുമ്പ് നിങ്ങൾ പറയുകയാണ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് വന്നു എന്നൊക്കെ പറഞ്ഞാൽ പൊതുസമൂഹം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആയിക്കോട്ടെ, ഇനി നിങ്ങൾ ഈ വ്യാജൻ എന്ന് വിളിക്കുന്നത് അത് സ്വാനുഭവത്തിൽ നിന്നായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്താണെന്നറിയോ? കേരള പോലീസ് തെളിവ് സഹിതം കണ്ടെത്തി കോടതിയിൽ കൊടുത്തിട്ടുള്ള കുറച്ച് കേസുകളുണ്ട്. അത് ഞാൻ വായിക്കാം. കായംകുളം MSM കോളേജിൽ ഡിഗ്രി ജയിക്കാതെ, BCom ജയിക്കാതെ MCOമിന് അഡ്മിഷൻ എടുത്ത ഒരു വ്യാജനുണ്ട്, നിഖിൽ തോമസ്. നിങ്ങൾ അറിയുമായിരിക്കും. കാട്ടാക്കട കോളേജിൽ UUC ആയിട്ട് ഇലക്ഷൻ മത്സരിക്കാതെ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ ആകാൻ വേണ്ടിയിട്ട് UUC ലിസ്റ്റിൽ വ്യാജമായിട്ട് പേരെഴുതി ചേർത്ത ഒരു വൈശാഖുണ്ട്. നിങ്ങൾ അറിയുമായിരിക്കും. അല്ലെങ്കിൽ 2 കോളേജിൽ വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ബലത്തിൽ 2 സർക്കാർ കോളേജിൽ ജോലിയെടുത്ത് ശമ്പളം വാങ്ങിയ K വിദ്യയെ നിങ്ങൾ അറിയുമായിരിക്കും. കല്യാണം കഴിക്കാത്തതിൻ്റെ പേരിൽ ജാമ്യം കിട്ടിയ മറ്റേ K വിദ്യയില്ലേ അവർ. പിന്നെ വേറൊരു ഇതുണ്ട്, 12 വർഷക്കാലം കോളേജിൽ പഠിച്ചിട്ട് ഒരു ഡിഗ്രി പോലും ഇല്ലാതെ കോളേജിൽ നിന്ന് റിട്ടയർമെൻറ്റ് കൊടുത്ത, സ്വജനപക്ഷപാതത്തിലൂടെ അഡ്മിഷൻ കിട്ടിയിട്ട് പോലും ഡിഗ്രി പാസ്സാകാൻ പറ്റാത്ത, എഴുതാത്ത പരീക്ഷയ്ക്ക് 100 മാർക്ക് കിട്ടിയ ആർഷോ നിങ്ങൾ അറിയുമായിരിക്കും. അടുത്തത് വ്യാജ തീസിസ് എഴുതിയിട്ട് ഡോക്ടറേറ്റ് സമ്പാദിച്ച ചിന്താ ജെറോം നിങ്ങൾ അറിയുമായിരിക്കും. ശങ്കരാചാര്യയുടെ ജന്മ കാലഘട്ടം പോലും അറിയാതെ ശങ്കര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD തീസിസ് സമർപ്പിച്ച് ഡോക്ടറേറ്റ് സമ്പാദിച്ചതിന് ശേഷം PSC മെമ്പറായിരിക്കുന്ന പ്രിൻസി കുര്യാക്കോസ് നിങ്ങൾ അറിയുമായിരിക്കും. വ്യാജ ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരിൽ നവീൻ ബാബു എന്ന് പറഞ്ഞ ഒരു കറപുരളാത്ത മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിട്ട PP ദിവ്യയെ നിങ്ങൾ അറിയുമായിരിക്കും. വ്യാജ പരാതി ഉണ്ടാക്കിയ AKG സെൻറ്ററിലെ വ്യാജന്മാരെ നിങ്ങൾ അറിയുമായിരിക്കും. ആ വ്യാജ പരാതി എൻഡോഴ്സ് ചെയ്ത മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തെയും നിങ്ങൾ അറിയുമായിരിക്കും. ഇനി അതിനപ്പുറം പറഞ്ഞാൽ മറിയക്കുട്ടിയെക്കുറിച്ചും മോഹൻലാലിനെ കുറിച്ചിട്ടും വീരേന്ദ്രകുമാറിൻ്റെ സഹോദരിയെക്കുറിച്ചിട്ടും വ്യാജ വാർത്തകൾ കൊടുത്ത വ്യാജാഭിമാനിയില്ലേ നിങ്ങളുടെ പാർട്ടിയുടെ വിശുദ്ധ ഗ്രന്ഥം ദേശാഭിമാനി? അതും നിങ്ങൾക്ക് അനുഭവത്തിൽ നിന്നായിരിക്കും നിങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വ്യാജന്മാരുടെ എണ്ണം എടുക്കാൻ വന്നാലേ വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും. ഇരട്ട വോട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് എനിക്ക് ഇരട്ട ഒപ്പുണ്ട്. അല്ല, ഞാൻ ആ പത്രത്തെയാണെന്ന് പറഞ്ഞത് ഹാഷ്മിക്ക് അങ്ങനെ തോന്നി? ഞാൻ ആ പത്രത്തിലല്ലോ പറഞ്ഞേ, ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞേ. താങ്കൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ എനിക്കതിൽ തിരുത്താനൊന്നുമില്ല. അത് ഓരോരുത്തർക്കും അല്ല, ഓരോരുത്തർക്കും തോന്നുന്ന പോലെ എടുക്കാം. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. ഞാൻ വിമർശിച്ചത് ഒരു തെറ്റായ വാക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇല്ലാത്ത വാർത്ത കൊടുത്ത ഒരു പാവപ്പെട്ട മറിയക്കുട്ടിയെ മോശക്കാരിയാക്കി ചിത്രീകരിച്ച പത്രത്തെ കുറിച്ചിട്ട് ദേശാഭിമാനം എന്ന് തന്നെ പറയും. അതിലൊരു തിരുത്തൻ വരുത്തേണ്ട കാര്യമില്ല. ഒന്നാമത്തെ കാര്യം. 2, എനിക്ക് ഇരട്ട ഒപ്പുണ്ടെന്ന് പറയുന്നത് എങ്ങനെയാണ് കാണുന്നത്? നവീൻ ബാബുവിനെ കൊലയ്ക്ക് കൊടുക്കാൻ കൂട്ടുനിന്ന ആ പ്രശാന്തന പറഞ്ഞേ, മുഖ്യമന്ത്രിക്ക് ഇരട്ട ചങ്കുണ്ടെന്ന് പറയുന്ന പോലെ എനിക്ക് ഇരട്ട ഒപ്പുണ്ട്, മറ്റ് പലതും 2 കൂടുതലുണ്ടെന്നൊക്കെ പറയുന്നത് പോലെ. അപ്പോൾ ഈ വ്യാജന്മാരുടെ കഥ അനിൽകുമാർ അധികം പറയണ്ട. ഇനി അടുത്തത്, നിങ്ങൾ ഈ നീലപ്പെട്ടി തിരഞ്ഞുകൊണ്ട് കുറേ നേരം ആ ഹോട്ടലിൻ്റെ പുറത്ത് നിന്നല്ലോ നിങ്ങളുടെ നേതാവ് പറഞ്ഞ പോലെ ഇറച്ചിക്കടയുടെ മുമ്പിൽ നോക്കിക്കുന്ന പട്ടികളെ എന്നുള്ള ഇൻവെർട്ടഡ് കോമ വാചകം അന്വർത്ഥമാക്കുന്ന രീതിയിൽ നിങ്ങൾ നിന്നില്ലേ? നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചു? നിങ്ങൾ പിന്നെ ഈ പറഞ്ഞ സന്ദീപ് വാര്യരെ മോശക്കാരനാക്കാൻ വേണ്ടി എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ കാക്കി ടൗസർ അഴിച്ചു മാറ്റിയിട്ട് വേണം അദ്ദേഹം മതേതരത്വം തെളിയിക്കാമെന്ന്. ഈ കാക്കി ടൗസർ
ട്രൗസർ അഴിച്ചു മാറ്റിയിട്ടാണോ ക്രിസ്റ്റൽ ക്ലാരിറ്റിയുള്ള സഖാവാക്കി മാറ്റാൻ പറ്റുമെന്ന് AK ബാലൻ പറഞ്ഞത്? ഈ ട്രൗസർ അഴിച്ചു മാറ്റി കണ്ടിട്ടാണോ ദാർശനിക പൗരുഷം നിങ്ങൾ ദർശിച്ചത്? അല്ലെങ്കിൽ ഈ ക്രിസ്റ്റൽ ക്ലാരിറ്റിക്ക് ശേഷം നിങ്ങൾ നല്ലൊരു മനുഷ്യരാണെന്ന് നിങ്ങൾ ദർശിച്ചത് എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ കാക്കി ട്രൗസർ അഴിച്ചു മാറ്റിയിട്ടാണോ? വൃത്തികെട്ട വർത്തമാനം പറഞ്ഞാൽ തിരിച്ച് നിങ്ങൾ ഉപയോഗിച്ച വാക്കുകളെ പാരഫ്രൈസ് ചെയ്ത് പറയാൻ ഞങ്ങൾക്കും അറിയാം, അത് മറക്കരുത്. പിന്നെ ആശയങ്ങളെയല്ലേ ഒരു മനുഷ്യന് തള്ളി പറയാൻ പറ്റുള്ളൂ. ആശയങ്ങളെ തള്ളി പറയുന്നതിന് പകരം അദ്ദേഹത്തിന് ഉടുതുണി അഴിച്ചു കളഞ്ഞിട്ട് ഞാൻ ആശയത്തെ തള്ളിക്കളഞ്ഞു എന്ന് പറയാൻ പറ്റുമോ? കാക്കി ട്രൗസർ അഴിച്ചു മാറ്റുന്നതിലല്ല ഒരാളുടെ ആശയ മാറ്റം ഉണ്ടാകുന്നത്. അയാൾ ഇതുവരെ പറഞ്ഞത് മുഴുവൻ വർഗീയ വിഷം തുപ്പുന്നതാണ്. ആ തെറ്റ് ഞാൻ മനസ്സിലാക്കുന്നു, അത് ഞാൻ ഇന്ന് മുതൽ തിരുത്തുന്നു എന്ന് പറയുന്നിടത്താണ് അദ്ദേഹത്തിന്റെ ക്ലാരിറ്റി നിങ്ങൾ ദർശിക്കേണ്ടത്. അത് കാണാൻ നിങ്ങൾക്ക് കണ്ണില്ലാതെ പോയി. പിന്നെ നിങ്ങൾ പറഞ്ഞ കുപ്പായം അഴിച്ചു മാറ്റിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ OK വാസു അങ്ങനെയാണോ നിങ്ങൾ എടുത്തത്? അശോകനെ നിങ്ങൾ അങ്ങനെയാണ് എടുത്തത്? നിങ്ങളുടെ ഒരുപാട് സഖാക്കന്മാരെ ബലി കൊടുത്ത ആളുകളല്ലേ, അങ്ങനെയാണ് എടുത്തത്. അതുപോലെ സുധീഷ് ബിനിയെ നിങ്ങൾ എടുത്തത് ഈ പറഞ്ഞ ട്രൗസർ അഴിച്ചു മാറ്റി ദാർശനിക പൗരുഷം തിരിച്ചറിഞ്ഞിട്ടാണോ? അപ്പോൾ അത്തരം വർത്തമാനമൊന്നും പറയണ്ട. ഇനി ഒരു കാര്യം കൂടി ഹാഷ്മി എനിക്ക് പറയാനുണ്ട്. ഇവിടെ BJPയുടെ പ്രതിനിധി ചോദിച്ചെന്താ പറഞ്ഞതെന്താ? ഈ സന്ദീപ് വാര്യർ പോയി കുമ്പിടേണ്ടത് ഗാന്ധി പ്രതിമയ്ക്ക്. സുധീഷ് മിന്നിയുടെ കാര്യത്തിൽ വ്യത്യസ്ത നിലപാടുണ്ട്. അത് OK വാസുവിന്റെ കൂട്ടത്തിൽ കണക്കാക്കരുത്. സുധീഷ് മിന്നി RSS അകത്ത് നിന്ന് RSSനോട് കടുത്ത വിയോജിപ്പിൽ RSSനോടുള്ള പ്രത്യയശാസ്ത്ര പ്രശ്നത്തിൽ ഇറങ്ങി വന്നതാണ്. OK വാസുവിനെ പോലെയല്ല. അല്ല, ഞാൻ പൂർത്തിയാക്കട്ടെ. ഈ BJPയുടെ പ്രതിനിധി പറഞ്ഞൊരു കാര്യമുണ്ട്, സന്ദീപ് വാര്യർ ആദ്യം പോയി കുമ്പിടേണ്ടത് ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിലാണെന്ന്. തീർച്ചയായിട്ടും ശരിയാണ്, ഒരു തർക്കവും അതിലില്ല. കാരണം BJPയുടെ പ്രതിനിധിക്ക് പോലും ബോധ്യമുണ്ട് BJP വിട്ടുവരുന്ന RSS വിട്ടുവരുന്ന ആളുകൾ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ പോയി കുമ്പിടണമെന്ന്. കാരണം ഗാന്ധി വിരുദ്ധതയാണ് BJPയും RSSും ഈ രാജ്യത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുള്ള തിരിച്ചറിവ് BJPക്കാർക്ക് പോലും ഉണ്ട്. ഞങ്ങൾ സന്ദീപ് വാര്യരോട് പറയും, നിങ്ങൾ ഗാന്ധി പ്രതിമയിൽ പോയി മാലയിടണമെന്ന് ഞങ്ങൾ പറയും. BJPയുടെ നേതാവ് അത് ഓർമ്മിപ്പിച്ചത് നന്നായി. കാരണം ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. നാളെ പാലക്കാട് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന മനുഷ്യർ ഇത് കാണുന്നുണ്ട്. ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം ഹാഷ്മി. ഇവിടെ ഈ BJPക്കാർക്കും CPMകാർക്കും ഇത്രത്തോളം ഹാലിളകാൻ കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം BJPയും CPMും ലിവിങ് ടുഗദറില്ല. അത് CJP ആണ്. ഇവർ സഖാക്കളും സംഘികളുമല്ല, സംഘാക്കളാണ്. സഖാക്കളുടെയും സംഘികളുടെയും സങ്കര ഇനമായ സംഘാക്കൾക്ക് സന്ദീപ് വാര്യർ ഈ RSSൽ നിന്നും BJPയിൽ നിന്നും കോൺഗ്രസിൽ വന്നതിനെ കുറിച്ച് കൂട്ടക്കരച്ചിലാണ്. അതിന്റെ ഭാഗമായിട്ട് ഈ പത്രത്തിൽ വാർത്ത കൊടുക്കുന്നത്. ഇവർ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കും, ഇവർ പിഴപ്പ് പറഞ്ഞു പരത്തും, ഇവർ വെറുപ്പ് പരത്തും, ഇവർ എന്തും പറയും. നല്ല ചെറുപ്പക്കാരെ കുറിച്ച് മോശമായതെല്ലാം പറയും. അതെല്ലാം പറയുന്നത് ഇവരുടെ ഒരു ശൈലിയുടെ ഭാഗമാണ്, അത് പൊതു രീതിയുടെ ഭാഗമാണ്. അതിന് ആ രീതിയിൽ കാണാനുള്ള കരുത്ത് പാലക്കാട്ടിലെ മതേതര വിശ്വാസികളായ മുഴുവൻ മനുഷ്യർക്കും ഉണ്ടെന്നുള്ള തിരിച്ചറിവ് കോൺഗ്രസിനുണ്ട്. കോൺഗ്രസിന്റെ ആത്മവിശ്വാസം, UDFന്റെ ആത്മവിശ്വാസം, കഴിഞ്ഞ 8.5 വർഷക്കാലം നിരന്തര പോരാട്ട സമരങ്ങൾ നടത്തിയ ഞങ്ങൾക്കുള്ള വിജയമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട്.